ദി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം 1848 എഴുതപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രബന്ധമാണ്. ഇത് എഴുതിയത് കാറൽ മാർക്സും ഫ്രൈഡ്രിച്ചു ഇംഗേൽസുമാണ്. ലളിതമായി പറഞ്ഞാൽ, ഇത് സമൂഹത്തിൽ പണം, അധികാരം, ജോലി എന്നിവ എങ്ങനെ വിഭജിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയമാണ്. പ്രധാന ആശയങ്ങൾ: ഒരു വർഗസമരം. ചരിത്രം മുഴുവൻ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സംഘർഷമാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് ഇവർ പറയുന്നത്. രണ്ട് പ്രധാന വിഭാഗങ്ങൾ: ബൂർജ്വാസി പണക്കാരായ ഉടമകൾ, ഫാക്ടറി ബിസിനസ് ഉടമകൾ. പ്രൊലറ്റേറിയറ്റ് തൊഴിലാളികൾ, ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർ. 3. ക്യാപിറ്റലിസം വിമർശനം. പണം ഉള്ളവർ കൂടുതൽ സമ്പന്നരാകുകയും തൊഴിലാളികൾ കൂടുതൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പുസ്തകം പറയുന്നു. 4. തൊഴിലാളികളുടെ ഐക്യം. ലോകത്തിലെ എല്ലാ തൊഴിലാളികളും ഒന്നിച്ച് നിൽക്കണം എന്നാണ് പ്രധാന സന്ദേശം. 5. പ്രശസ്ത വാചകം: ലോകത്തിലെ തൊഴിലാളികളെ, ഒന്നിക്കൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ ബന്ധനങ്ങൾ മാത്രം. പ്രധാന ലക്ഷ്യം: ഒരു ദിവസം എല്ലാവർക്കും സമത്വമുള്ള, വർഗഭേദമില്ലാത്ത സമൂഹം ഉണ്ടാകണം എന്നാണ് ഈ ആശയം പറയുന്നത്. സ്വാധീനം. ലോകത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ പുസ്തകം വലിയ സ്വാധീനം ചെലുത്തി. റഷ്യൻ വിപ്ലവം പോലുള്ള ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.